കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായി കൊഴുക്കുകയാണ് മുന്നണികൾക്കും പാർട്ടികൾക്കുമൊക്കെ ഇടയിൽ. ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു മണ്ഡലം തൊടുപുഴ മണ്ഡലമാണെന്ന് മറ്റൊന്നും കൊണ്ടല്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകി കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരു സാമാജികനെ അയച്ച മണ്ഡലമാണ് PJ ജോസഫിന്റെ സ്വന്തം മണ്ഡലമായ തൊടുപുഴ. അവിടെ LDF ഇക്കുറി ആരെ ഇറക്കും? പ്രത്യേകിച്ചും മാറി വരുന്നൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അടക്കം പിടിച്ചെടുത്തുകൊണ്ട് LDF ആ മേഖലയിൽ, മലയോര മേഖലയിൽ കൂടുതൽ വേരോട്ടം ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ അവിടെ ആര് സ്ഥാനാർത്ഥിയാകും എന്ന ചർച്ചകൾ സജീവമാണ്. അതിന് വലിയ പ്രസക്തിയുമുണ്ട്. കഴിഞ്ഞ തവണ 2016 അവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച, LDF സ്വതന്ത്രനായി മത്സരിച്ച ശ്രീ റോയ് വാരുകാട്ട്, അദ്ദേഹം ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം ഇത്തവണയും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് പറയേണ്ടി വരുന്നു. അദ്ദേഹമാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ തൊടുപുഴയെ എങ്ങനെ മാറ്റാൻ കഴിയും, ഇടത് ചേരിക്കൊപ്പം നിർത്താൻ കഴിയുമെന്ന് അദ്ദേഹം വിശദീകരിക്കും. ഒപ്പം അദ്ദേഹം പൊതുവെ തൊടുപുഴയുടെ ഒരു രാഷ്ട്രീയ മനസ്സും കേരളത്തിൻ്റെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ സാധ്യതകളുമൊക്കെ വിശകലനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ റോയ് വാരുകാട്ടിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ആദ്യമായി അറിയേണ്ടത് തൊടുപുഴയിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചോ എന്നാണ്. തൊടുപുഴയിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇപ്രാവശ്യം ജയിക്കും. കേരള നിയമസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൊടുപുഴയിൽ നിന്ന് ഒരു MLA ഉണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതായത് നമ്മൾ ഈ കഴിഞ്ഞ തവണത്തെ മാർജിനിലേക്ക് നോക്കുമ്പോൾ കണ്ണു തള്ളിപ്പോകും. കാരണം ഏതാണ്ട് 1,00,000-ഓളം വോട്ടുകളുടെ ഡിഫറൻസ് ആണ്. 45,500-ലധികം വോട്ടുകൾ. ആ ഒരു അത്രയും വോട്ടുകൾ അവിടെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശ്രമകരമാണ്? തൊടുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ഭൗതിക ശാസ്ത്രം അറിയാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞെട്ടലുണ്ടായത്. തൊടുപുഴയിൽ രാഷ്ട്രീയമായി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് തൊടുപുഴയിലുള്ളത്. തൊടുപുഴയിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. രാഷ്ട്രീയത്തിൽ 2ഉം 2ഉം 4അല്ല, ചിലപ്പോൾ 2ഉം 2ഉം 10ഉം 15ഉം ആവാറുണ്ട്. അതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വന്ന വോട്ടിലും ഉണ്ടായ കുറവ്. അതെ, അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? പ്രത്യേകിച്ചും LDF സ്വതന്ത്രനായി അവിടെ മത്സരിക്കുന്നു. ശരിയാണ്, ആ ഒരു മേഖല പൊതുവെ UDFന് മുൻതൂക്കമുള്ളൊരു മേഖലയാണ്. പ്രത്യേകിച്ചും ആ മണ്ഡലം PJ ജോസഫിൻ്റെ ഒരു മണ്ഡലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ്. 9 തവണയാണ് അദ്ദേഹം അവിടെ നിന്ന് നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു ഉറച്ച കോട്ടയിൽ എങ്ങനെ വിള്ളൽ വീഴ്ത്തും എന്നാണ് ലളിതമായി വിശദീകരിക്കാമോ? തെരഞ്ഞെടുപ്പിൽ മത്സരം എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. യുദ്ധമുഖത്തുള്ള എന്തൊക്കെ തന്ത്രങ്ങളാണ് ഈ പ്രാവശ്യം LDF യുദ്ധ രംഗത്ത് നടപ്പാക്കുന്നത് എന്ന് ഈ സമയത്ത് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അത് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒന്നും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്നെനിക്ക് ഉറച്ച നിശ്ചയമുണ്ട്. ശ്രീ റോയ് വാരുകാട്ട്, അതായത് കഴിഞ്ഞ തവണ താങ്കൾ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നില്ല, LDF സ്വതന്ത്രനായി അവിടെ മത്സരിച്ചു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ വിലാസം, അഡ്രസ്സ് കൂടി താങ്കൾക്ക് വരുന്നത് അത് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലാണ്. അപ്പോൾ അങ്ങനെ ആ പാർട്ടിയുടെ തന്നെ പ്രതിനിധിയായിട്ടായിരിക്കുമോ മത്സരിക്കുക? എങ്ങനെയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റു ധാരണകളെ പറ്റിയുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ആരംഭിക്കാത്ത സമയത്ത് ഞാനൊരു അഭിപ്രായം പറയുന്നത് അത് ഗുണകരമാവില്ല എന്ന് മാത്രമല്ല, അത് ശരിയല്ല. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ 2011 നിന്ന് 2016 വരുമ്പോൾ 2011 ഏതാണ്ട് 22,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന PJ ജോസഫ് 2016 എത്തുമ്പോൾ അതിശക്തനായി കേരള നിയമസഭയിലേക്ക് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലീഡ് നേടിയാണ് തൊടുപുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തൊടുപുഴ നിയോജക മണ്ഡലം നായനാർ സർക്കാരിൻ്റെ കാലത്തിന് ശേഷം വികസനം വഴിമുട്ടി നിൽക്കുന്ന ഒരു ഭൂപ്രദേശമായി മാറിയിരിക്കുകയാണ്.
തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ യാത്രാ സൗകര്യം യാത്ര ചെയ്യുന്നതിന് നാരായണക്കുറുപ്പ് സാറിൻ്റെ കാലത്ത് ആരംഭിച്ച ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ആരംഭിച്ച സ്റ്റേജിൽ തന്നെ നിൽക്കുക. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ആളുകൾ ഇപ്പോൾ ചെന്ന് കയറി യാത്ര ചെയ്യാനായിട്ട് യാത്രക്കാർ ചെല്ലുന്നത് ചെളി നിറഞ്ഞ, മഴ പെയ്താൽ ചെളി നിറഞ്ഞ, നടക്കാൻ സാധിക്കാത്ത കുണ്ടും കുഴിയും നിറഞ്ഞ സ്ഥലത്തൂടെയാണ്. ഒരു കെട്ടിടം പണിത് ഭാർഗവി നിലയം ആയി എന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടും അത് ഉദ്ഘാടനം ചെയ്യുന്നതിനോ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനോ ഇതുവരെ ഒരേർപ്പാടും കഴിഞ്ഞ 10 വർഷമായിട്ട് നിലവിലുള്ള MLA ചെയ്തില്ല. തൊടുപുഴ ഇടുക്കി ജില്ലയുടെ കവാടം, ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം എന്ന് പറയുന്ന തൊടുപുഴയിൽ സാധാരണക്കാർക്ക്, ടൗണിൽ വന്നു പോകുന്ന ബിസിനസ്സുകാർക്ക്, ടൗണിൽ വന്നു വരുന്ന ഓഫീസുകളിൽ പോകുന്നവർക്ക്, സാധാരണക്കാർക്ക്, മറ്റ് സ്ഥാപനങ്ങളിലേക്ക് വരുന്നവർക്ക് ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലും തൊടുപുഴയിലില്ല എന്ന് പറയുന്നത് ഖേദകരമാണ്. ആ സൗകര്യങ്ങൾ പോലും തൊടുപുഴയില്ല. തൊടുപുഴ കൂടി പോകുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുണ്ട്. വിരി വെക്കുന്നതിനൊരു സൗകര്യം തൊടുപുഴയില്ല. തൊടുപുഴയിലെ ഏറ്റവും വലിയ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലൊന്ന് തൊടുപുഴയാണ്. ഈ മാന്യ MLA ജലക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നിട്ടുള്ളതാണ്. തൊടുപുഴയിലെ ഒരു പാലം പണി പൂർത്തിയായിട്ട് അപ്രോച്ച് റോഡില്ലാതെ കഴിഞ്ഞ് 8 വർഷമായിട്ട് നിൽക്കുക. തൊടുപുഴയുടെ വികസനം ഇപ്പോൾ ഒരു ലൈബ്രറി പോലും ഇല്ലാത്ത, ഒരു കായിക പരിശീലനത്തിന് ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത വളരെ പ്രാകൃതമായ ഒരു തൊടുപുഴയിലെ ബിസിനസ്സുകാർ, സമ്പത്തുള്ളവർ കുറച്ച് കെട്ടിടങ്ങൾ പണിതു. ഗവൺമെൻറ്റിൻ്റെ ഒരു 3-4 വഴികൾ വന്നതൊഴിച്ചാൽ തൊടുപുഴ വലിയ ദയനീയ സ്ഥിതിയിലേക്ക് മരിച്ചുകൊണ്ടിരിക്കുന്ന പട്ടണമായി മാറിക്കൊണ്ടിരിക്കുക. ശരി, തൊടുപുഴ മരിച്ചുകൊണ്ടിരിക്കുന്ന പട്ടണമാണ് എന്ന് കൃത്യമായും തൊടുപുഴയിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ അറിയേണ്ടതാണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഓരോ വർഷം കഴിയുന്തോറും PJ ജോസഫിന് ലീഡ് കൂടുന്നൊരു കാഴ്ചയാണല്ലോ നമ്മൾ കാണുന്നത്? അവിടെയാണല്ലോ ഞാനിത് പറഞ്ഞത്. എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ പ്രാവശ്യം ഉണ്ടാവില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നത് പോലെയല്ല നടക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 50 വർഷം മാണിസാറ് മാത്രം ജയിച്ചിരുന്ന സ്ഥലത്ത് മാണി സി കാപ്പൻ ജയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ ഉദാഹരണങ്ങളുണ്ട്. കെ കരുണാകരൻ കേരളത്തിൽ തോറ്റിട്ടുണ്ട്. കെ കരുണാകരൻ ബഹുമാന്യനായ ലീഡർ കേരളത്തിൽ തോറ്റിട്ടുണ്ട്. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങളുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ആഭിമുഖ്യമുള്ള ഒരു വലിയ ജനം ഇപ്പോൾ കേരളത്തിലുണ്ട്. അത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ലീഡറായി സാക്ഷാൽ പിണറായി വിജയൻ മാറിയിരിക്കുക, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്കുള്ള ഒരു വോട്ട് പ്രാവശ്യം ഉണ്ടാകുമ്പോൾ അത് കേരളത്തിലെ മാറ്റത്തിൻ്റെ ആരംഭമാണ്. പക്ഷേ തൊടുപുഴയിൽ തൊടുപുഴയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധയിൽ വന്നത്, കഴിഞ്ഞ തവണ LDFന് കിട്ടിയ വോട്ട്, താങ്കൾക്ക് കിട്ടിയ വോട്ട് ഏതാണ്ട് 31,000 വോട്ടായിരുന്നെങ്കിൽ ഏതാണ്ട് 29,000-ഓളം വോട്ടുകൾ അവിടെ BDJSൻ്റെ സ്ഥാനാർത്ഥി പ്രവീൺ പിടിക്കുന്നു. അതായത് ഏതാണ്ട് LDFനോളം അവിടെ BJP വളരുന്നു എന്നൊരു രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ കാണുന്നുണ്ടോ ഗൗരവമായിട്ട്? ഒരു രാഷ്ട്രീയ തമാശ എന്നല്ലാതെ അതൊരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ചോദ്യം ചോദിച്ച സ്നേഹിതൻ ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ എത്ര വോട്ട് BJPക്ക് കിട്ടി എന്നും കൂടി പരിശോധിക്കേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ, സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും തമ്മിൽ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ മറ്റ് കണക്കുകൾ ശരിക്കും അവിടെ BDJSൻ്റെ സ്ഥാനാർത്ഥി നിന്നിട്ട് പോലും ഇവിടെ അത്രയും വേരോട്ടം അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അതിന് ശേഷം വന്നതാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, ശബരിമല വിഷയം കേരളത്തിലെ ഏറ്റവും വലിയ കത്ത് നിന്ന സമയത്ത് വന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട്, അതും ഒന്ന് പരിശോധിച്ചാൽ LDFും BJPയും തമ്മിൽ തൊടുപുഴ എന്താണ് വ്യത്യാസമെന്ന് മനസ്സിലാവും. ശരി, അപ്പോൾ BJP ഒരു വലിയ വെല്ലുവിളിയായിട്ട് LDF ഇത്തവണ കാണുന്നില്ല. ഈ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അടക്കം LDFന് ജയിക്കാൻ കഴിഞ്ഞതാണോ ഇപ്പോഴത്തെ ഈ ആത്മവിശ്വാസത്തിന് പ്രധാനപ്പെട്ട കാരണം? തൊടുപുഴയിലെ ജനങ്ങൾ വലിയ രീതിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന അടിയൊഴുക്കുകളും വിദ്വേഷ പ്രകടനങ്ങളും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
തൊടുപുഴയിൽ ഉണ്ടാവുകയില്ല, ഇടുക്കി ജില്ലയിലുണ്ടാകുകയില്ല. വലിയ മാറ്റം തൊടുപുഴ സംഭവിക്കാൻ പോവുകയാണ്. താങ്കളാണ് തൊടുപുഴയിലെ സ്ഥാനാർത്ഥിയെന്ന് സങ്കല്പിച്ചാൽ സ്വാഭാവികമായും താങ്കൾ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നതാണ്. ഇത്തവണ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ഭാഗം കൂടിയായതുകൊണ്ട് ഒരു രാഷ്ട്രീയ സാധ്യതയുണ്ട് താങ്കൾ വീണ്ടും തൊടുപുഴയിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ. അങ്ങനെയാണെങ്കിൽ എന്ത് മാറ്റം തൊടുപുഴയിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് താങ്കൾ കരുതുന്നത്? തൊടുപുഴയിൽ എന്തു മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതിനേക്കാൾ വലിയതായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ മനസ്സിലിരിക്കുന്നത് ഒരു കേരള കായിക ഭൂപടത്തിൽ ഇന്ത്യയിൽ തന്നെ ഇല്ല. ഒരു കായിക യൂണിവേഴ്സിറ്റി തൊടുപുഴയിൽ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. തൊടുപുഴ ലോ റേഞ്ചും ഹൈ റേഞ്ചിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയങ്ങളും കൂടി ബന്ധിച്ചുകൊണ്ട് ഒരു കായിക യൂണിവേഴ്സിറ്റി തൊടുപുഴ ആരംഭിക്കുകയും തെക്കൻ കേരളത്തിലേക്ക് തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ വരുന്ന പ്രദേശത്ത് ഒരു അഖിലേന്ത്യാ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഫോറിൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും, 200 ചില്ലുവാനും ഭാഷകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തൊടുപുഴയിൽ ആരംഭിക്കണം എന്നൊരു മനസ്സിലുള്ള ആഗ്രഹമാണ്. IIT പോലുള്ള IIM പോലുള്ള ഒരു ഇന്ത്യ ഗവൺമെൻറ് ഒരു വിദ്യാഭ്യാസ സമുച്ചയം അവിടെ ആരംഭിക്കണം എന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. തൊടുപുഴയെ കായിക സംസ്കാരത്തിൽ രൂപപ്പെടുത്തുന്ന കായിക മാപ്പിൽ രൂപപ്പെടുത്തുന്ന ഒരു സ്ഥലമായി നോട്ട് ചെയ്യുന്നതിനും വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റുന്നതിനും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ സിനിമയ്ക്ക് ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലം തൊടുപുഴയാണ്. തൊടുപുഴയും ചുറ്റുവട്ടമാണ്. വലിയ രീതിയിൽ തൊടുപുഴ ആളുകൾ വന്നു പോകുന്നതിനും തൊടുപുഴയിലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിൽ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ വരുമാനം 3-4 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതിനുള്ള തൊഴിൽ വർധന ഉൾപ്പെടെയുള്ള സമ്പത്ത് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാനുള്ള സമീപനം അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് നടക്കും. അതായത് താങ്കൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോഴും തൊടുപുഴയെക്കുറിച്ച് താങ്കളുടെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും അവിടെ സ്പോർട്സും സിനിമയും പ്രധാനമായി കടന്നു വരുന്നതായിട്ട് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് വ്യക്തിപരമായൊരു ചോദ്യം, ഈ സ്പോർട്സും സിനിമയും ആ 2 ഏരിയകളിലേക്ക് വല്ലാതെ അടുപ്പമുള്ള ഒരാളാണെന്ന് തോന്നുന്നു? ഇല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്പോർട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഞാൻ പറയുന്നത് തൊടുപുഴയുടെ പശ്ചാത്തല സൗകര്യം ഉപയോഗിക്കുമ്പോൾ സ്പോർട്സിനും സിനിമയ്ക്കും വിദ്യാഭ്യാസത്തിനും ഏറ്റവും ഐഡിയൽ സ്ഥലം ഒന്ന് പറയുന്നത് തൊടുപുഴയാണ്. അതിൻ്റെ ജോലി ഒരു MLA ചെയ്യേണ്ടതാണ്. തൊടുപുഴയെ നയിക്കേണ്ടത് അങ്ങനെയാണ്. വരും തലമുറകൾക്ക് തൊടുപുഴ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാന പട്ടണമായി മാറണം, പ്രദേശമായി മാറണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് എൻ്റെ ഈ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു. അതെ, താങ്കൾ നേരത്തെ മാണി സി കാപ്പനെ കുറിച്ച് പറഞ്ഞു. അത്തരത്തിൽ കേരള കോൺഗ്രസ് മാണിയുടെ കുത്തക മണ്ഡലത്തിൽ ആ മണ്ഡലം പിടിച്ചെടുത്തൊരു മനുഷ്യന് അല്പസമയം മുമ്പ് പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുന്നത് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുമെന്നാണ്. LDFിൽ തന്നെ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ ഈ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അപാകതകൾ ഉണ്ടാകുന്നുണ്ടോ? രാഷ്ട്രീയത്തിൽ ഓരോ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ വ്യക്തിനിഷ്ഠമാവുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലിക പ്രസക്തിയുള്ള ഈ സമയത്ത് സ്വന്തം വ്യക്തി താല്പര്യങ്ങളോ വ്യക്തി നഷ്ടങ്ങളോ ഒരു ബുദ്ധിമുട്ടായി കണക്കാക്കാതെ ഇടതുപക്ഷം എന്ന ചിന്ത മുന്നിൽ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിലും മാണി സി കാപ്പൻ പോയത് ഒരു രാഷ്ട്രീയ നഷ്ടമല്ലേ ഒരു തരത്തിൽ? മാണി സി കാപ്പൻ എന്ന വ്യക്തിക്കല്ല ജനം വോട്ട് ചെയ്തത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് നയമുണ്ട്, അതിൻ്റെ പ്രകടന പത്രികയുണ്ട്. അത് ഇന്ത്യയെ നയിക്കുന്നത് ഫാസിസത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന് ഇന്ത്യയിലെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു മുന്നണി പോരാളികളുടെ ഒരു കൂട്ടമാണ്. അതിനെ ഇന്ത്യയിൽ നയിക്കുന്നത് പിണറായി വിജയനാണ്. അതെങ്ങനെയായിരിക്കണം എന്ന് ഭരണപരമായി കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് വേണ്ടി സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും വേണ്ട എന്ന് വെക്കുന്നതിനുള്ള ശേഷിയും ശക്തിയും കാണിക്കേണ്ട സമയത്ത് ആ ഒരു വിഭാഗത്തെ ദുർബലപ്പെടുത്തുന്നത് ശരിയല്ല. പക്ഷേ പാലയിലേക്ക് നോക്കുമ്പോൾ എന്തൊരു രാഷ്ട്രീയ വൈരുദ്ധ്യമാണ്. അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മത്സരിച്ച സ്ഥാനാർത്ഥിയോ ആ മുന്നണിയോ അല്ലെങ്കിൽ ആ പാർട്ടിയോ
LDF ചേരിക്ക് എതിരെ മത്സരിച്ചവർ ഇന്ന് LDF ചേരിയിലും LDFിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചയാൾ UDFിലും നിൽക്കുന്നു. രാഷ്ട്രീയത്തിൽ സത്യത്തിൽ ഇതൊക്കെ ഒരു കുറച്ചുകൂടി കൗതുകമോ അല്ലെങ്കിൽ വിചിത്രമായ രാഷ്ട്രീയ സാഹചര്യം എന്നൊക്കെ പറയേണ്ടി വരുമോ? അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെ വിചിത്രമായ ഒരു സാഹചര്യം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ ഒരു 20 വർഷം മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. 20 വർഷം മുമ്പ് BJP ഇന്ത്യയിൽ അധികാരത്തിലെത്തും എന്ന് പറഞ്ഞാൽ അത് ആളുകൾ വിശ്വസിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് BJP ഇന്ത്യയിൽ അധികാരത്തിലെത്തിയിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യം ഇന്ത്യക്ക് വാങ്ങിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ നയിക്കാൻ ആളില്ലാതെ വല്ലാതെ ക്ലേശപ്പെടുന്ന സ്ഥിതിയാണ്. ആ ഒരു രാഷ്ട്രീയ മാറ്റം ഇന്ത്യയിലുണ്ടായിരിക്കുകയാണ്. മാറ്റം വരാത്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന പ്രസ്ഥാനങ്ങൾ അത് നിലവിലുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാണ്. മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ആ മാറ്റങ്ങളനുസരിച്ച് മാറാനുള്ള സന്മനസ് കാണിക്കുകയും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കുൾപ്പെടെയുള്ള ആളുകൾക്കുള്ള പ്രതീക്ഷയായി നിൽക്കുന്നത് നിലവിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഭരണ തുടർച്ച നിങ്ങൾ ഉറപ്പിച്ചോ? പിണറായി സർക്കാർ വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാവും എന്ന് 100% ഉറപ്പാണ്. കേരളത്തിലെ വലിയ ഒരു വികസന മുന്നേറ്റത്തിനുള്ള പുതിയ സംസ്കാരം ആരംഭിക്കുക. ശ്രീ റോയ് വാരികാട്ട് പറയുന്നത് ഇത് ചരിത്രം എഴുതുന്ന തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യത കാണുന്നു. അത് ഉറപ്പിക്കുകയാണ് ശ്രീ റോയ് വാരികാട്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ആ ഒരു ചേരിയിൽ ഇടത് ചേരിയെ ശക്തിപ്പെടുത്താൻ ശ്രീ റോയ് വാരികാട്ട് തൊടുപുഴയിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം ആ ഒരു LDF സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് മത്സരിക്കട്ടെ, വിജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ 1,50,000 വോട്ടുകളുടെ ഭൂരിപക്ഷം PJ ജോസഫ് കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷം അത് എങ്ങനെയാണ് അത് മറികടക്കുക എന്നൊരു ചോദ്യം കൂടി, പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നു. എങ്കിലും എല്ലാ ആശംസകളും നേരുകയാണ്. തൊടുപുഴയുടെ മുഖം മാറ്റാൻ ശ്രീ റോയ് വാരികാട്ടിന് കഴിയട്ടെ. വിജയാശംസകൾ നേരുകയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥി ആണെങ്കിൽ അദ്ദേഹം തൊടുപുഴയിൽ നിന്ന് ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.